പോലീസ് ചിലപ്പോൾ നാടകം കളിക്കും. അതിന് വഴിവെച്ചു കൊടുക്കരുത്. പോലീസിനോട് പ്രകോപനം വേണ്ട. പോലീസ് ഇപ്പോ നമ്മുടെ സഹോദരൻ മരിച്ചു കിടക്കാണ്. നമ്മളതിന്റെ ഗൗരവം കാണണം. ഇവിടെ ഒരു സംഘർഷാവസ്ഥ ചിലപ്പോൾ ആരെങ്കിലും ശ്രമിക്കും. അതിന് നിന്ന് കൊടുക്കുന്നവരാവരുത്. നമ്മുടെ വിഷയം ശത്രു അതായത് പ്രകോപനത്തിലേക്ക് പോകരുത് എന്ന നിർദ്ദേശമാണ് ഈ പ്രതിഷേധക്കാർക്ക് നൽകിയിരിക്കുന്നത്. ഈ ചർച്ച എന്തായി? ശരിക്കും 1.5 മണിക്കൂറായല്ലോ ചർച്ച തുടങ്ങി. കാലാകാലങ്ങളിലെ പോലെ തന്നെ 5 ലക്ഷം രൂപ വർക്കിംഗ് ഡേയിൽ കൊടുക്കാമെന്നും പിന്നീട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 5 ലക്ഷം രൂപ കൊടുക്കാമെന്നാണ്. ഇത് പുതുശ്ശേരിയിലും ഇത് വെള്ളമുണ്ടയിലും ഇത് തിരുനെല്ലിയിലും നൂൽപ്പുഴയിലും വൈത്തിരിയിലും നിരന്തരമായുള്ള ചർച്ചയാണ്. ഈ സംഖ്യയായിരുന്നെങ്കിൽ ബഹുമാനായ മാനന്തവാടി തഹസിൽദാർക്ക് കൊടുക്കാവുന്ന എമൗണ്ടേ ഉള്ളൂ. അതിനാണ് 7 മണിക്കൂർ നേരം ഈ ചർച്ച നീട്ടിക്കൊണ്ടുപോയതും ഇത്രയേറെ കെടുകാര്യസ്ഥത വരുത്തിയതും. ഇതിനുവേണ്ടിയാണ് ആ കുടുംബത്തിനോട് നീതി കാണിച്ചിട്ടില്ല. ആ കുടുംബത്തിന് സ്ഥിരം ജോലി കൊടുക്കണമെന്ന് കേട്ടിട്ടില്ല. 50 ലക്ഷം രൂപ വേണമെന്ന ക്ലെയിം പൊതുസമൂഹം വെച്ച ക്ലെയിമും ഈ അധികാരവർഗം ഏറ്റെടുത്തിട്ടില്ല. നിങ്ങളുടെ മറ്റൊരു ആവശ്യം അംഗീകരിക്കപ്പെട്ടു. അതായത് മയക്കുവെടി വെക്കാമെന്ന് ഉത്തരവ്. കൊലയാളിയാനെ വെടിവെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യം. ഇപ്പോഴുമുള്ളത് കുറുവ ദ്വീപ് പോലുള്ള ഏറ്റവും ജനനിബിഡമായ പ്രദേശത്താണ്. ടൂറിസ്റ്റുകളെ ബാധിക്കുന്നു, സാധാരണക്കാരെ ബാധിക്കുന്നു, വിദ്യാർത്ഥികളെ ബാധിക്കുന്നു, കർഷകർ, ക്ഷീര കർഷകരുടെ ഏറ്റവും വലിയ ഈറ്റില്ലമാണ് കുറുക്കമൂല. അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലാഘവത്തോടു കൂടിയാണ് ട്രാക്ക് ചെയ്യാൻ സാധിക്കാതെ അല്ലെങ്കിൽ അതിനെ ഡാക്ട് ചെയ്യാൻ സാധിക്കാതെ വനം വകുപ്പ് പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ്. കലക്ടർ നിസ്സഹായാവസ്ഥ പറഞ്ഞാൽ വയനാട്ടിലെ പൗരന്മാർക്ക് ആരാണ് സംരക്ഷണം? എന്റെയും നിങ്ങളുടെയും കസ്റ്റോഡിയൻ, എന്റെയും നിങ്ങളുടെ സെക്യൂരിറ്റി. ആ സെക്യൂരിറ്റി പകച്ചു നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ കഴിവുകയാണെന്ന് പറയും. 1.5 മണിക്കൂറായി നടന്ന ചർച്ച പരാജയപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായും പരാജയപ്പെട്ടു. ആ കുടുംബം തീർത്തും കണ്ണീരോടുകൂടി ആ ചർച്ചയിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരു ചെറുപ്പക്കാരനാണ് കൊല്ലപ്പെട്ടത്. ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചിട്ട് പോലും ക്രൂരമായി കൊലഞ്ഞപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആർഹിക്കുന്ന ഗൗരവത്തിൽ ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും. പോലീസ് ഉൾപ്പെടെ ചിലപ്പോൾ ചില ശ്രമങ്ങളൊക്കെ നടത്തും. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് 10 മണിക്കൂറായി ആ മൃതദേഹം ഇവിടെ ഈ പ്രതിഷേധം പന്തലിലാണുള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയിട്ടില്ല. സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആലോചിക്കേണ്ടതുണ്ട്. എന്ത് ചെയ്യാനാണ് നിങ്ങൾ? ഞങ്ങളുടെയൊക്കെ ബാല്യകാലം മുതലുള്ള സുഹൃത്താണ്, സംഘടനാ പ്രവർത്തകനാണ്. ആ സുഹൃത്തിന്റെ മരണത്തിൽ അങ്ങേയറ്റം ഞങ്ങളൊക്കെ വേദനയിലാണ്. ആ കുടുംബത്തിന്റെ നിലപാട് ഞങ്ങൾക്ക് മറ്റൊരു താല്പര്യമില്ല. ആ കുടുംബം എടുക്കുന്ന തീരുമാനം ബോഡി എടുക്കാനാണെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കും, ബോഡി ഇവിടെ വെക്കാനാണെങ്കിൽ അതിൻ്റെ ഒപ്പം നിൽക്കും. എന്തായാലും അവരുമായി ആലോചിച്ചിട്ട് തുടർ തീരുമാനം. തീർച്ചയായും കുടുംബത്തിന്റെ തീരുമാനമാണ് ഫൈനൽ തീരുമാനം. ഒരു രാഷ്ട്രീയ പാർട്ടിയോ ഒരു സർക്കാർ ഏജൻസിയോ ആരും പറയുന്ന തീരുമാനമല്ല. പനിച്ചി കുടുംബത്തിലെ അജിയുടെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ പറയുന്ന തീരുമാനത്തിനൊപ്പം മാനന്തവാടിയിൽ ആകെ പൊതുസമൂഹം അണിനിരക്കും.